മച്ചമാരെ എസ് ന്യൂസിലേക്ക് സ്വാഗതം. ഹരിഹരൻ മമ്മൂട്ടി കൂട്ടുകെട്ടിൽ വീണ്ടും ഒരു ചിത്രം പിറക്കാൻ പോകുന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ വാർത്തകളിലൊന്നാണ്. ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് ഈ ഒരു വാർത്ത തന്നെയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും ഒരു ചരിത്ര സിനിമയാണ് ഇവിടെ ഭൂരിഭാഗം ജനങ്ങളും പ്രതീക്ഷിക്കുന്നത്. ഏത് ജോണറിലുള്ള സിനിമയാണ് എന്നുള്ളത് ഇതുവരെ കൺഫേം ആയിട്ടില്ലെങ്കിലും ഏറ്റവും പ്രതീക്ഷ നൽകുന്നത് അതൊരു ചരിത്ര സിനിമ തന്നെയായിരിക്കും എന്നുള്ളത് ആണ് ആ ഒരു വിശ്വാസവും. ഹരിഹരൻ എന്ന ഡയറക്ടറെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് മലയാള സിനിമയിൽ അങ്ങനെ ഉള്ള ഒരു ചിത്രം അല്ലെങ്കിൽ വൻ ജനാവലിയോട് ഒരു ചിത്രം അല്ലെങ്കിൽ നമുക്ക് ഒരു ചരിത്ര സിനിമയൊക്കെ എടുക്കണമെങ്കിൽ ഇത്രത്തോളം കൈവഴക്കത്തോടെ ചെയ്യുന്ന വേറെ ഒരു ഡയറക്ടറുമില്ല. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ പോലും അദ്ദേഹം തന്നെയാണ് ഏറ്റവും നമ്പർ 1. ഇന്നത്തെ ടെക്നോളജിയും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ അദ്ദേഹം ചെയ്തിരുന്ന സിനിമകൾ പഴശ്ശിരാജയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്ര സിനിമകളെല്ലാം തന്നെ അതിഗംഭീരം തന്നെയായിരുന്നു. മമ്മൂട്ടിയെ വെച്ച് ചെയ്ത 2 സിനിമകൾ, ഒന്ന് ഒരു വടക്കൻ വീരഗാഥ, 2 പഴശ്ശിരാജ. ഈ 2 സിനിമകൾ മാത്രം മതി എത്രത്തോളം ഗംഭീരമായിട്ടാണ് പ്രത്യേകിച്ച് VFXൻ്റെയോ അങ്ങനെയുള്ള സാങ്കേതിക വിദ്യകളുടെയോ ഒന്നും തന്നെ പിൻബലമില്ലാതെ ഒരു സിനിമ അദ്ദേഹം എത്തിച്ചിരിക്കുന്നത്. അതിന് മേമ്പൊടി എന്നോണം നമുക്ക് കാണാൻ കഴിയുന്നത് MDയുടെ തിരക്കഥ കൂടിയാണ്. ഈ കുറിയും പ്രതീക്ഷിക്കുന്നത് MDയിൽ നിന്നുള്ള ഒരു തിരക്കഥ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. കാവ്യ ഫിലിംസ് ആയിരിക്കും സിനിമയ്ക്ക് ബാങ്ക് റോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് വേണു കുന്നപ്പള്ളിയുടെ മാമാങ്കം എന്ന ചിത്രം എടുത്ത വേണു കുന്നപ്പള്ളിയും അദ്ദേഹത്തിൻ്റെ കാവ്യ ഫിലിംസുമായിരിക്കും പ്രൊഡക്ഷനിൽ നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ. 2025 പകുതി കഴിയുമ്പോൾ സിനിമ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് ഇന്ന് പുറത്ത് വന്നിരിക്കുന്ന വാർത്തകൾ. അതായത് MN മൂവി മഹേഷ് നാരായണൻ്റെ ചിത്രത്തിന് ശേഷമായിരിക്കും ഈ ഒരു സിനിമ വരാൻ പോകുന്നത് എന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ. എന്താണേലും മമ്മൂട്ടി ഹരിഹരൻ ടീമിൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി മലയാളികൾ മുഴുവൻ കാത്തിരിക്കുകയാണ്. കാരണം മമ്മൂട്ടിയിൽ നിന്ന് സമീപകാലത്ത് വന്നതെല്ലാം മികച്ച സിനിമകളാണെങ്കിൽ അതിനു മുകളിൽ ആളുകൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചിത്രമാണ്. ഒരു ചരിത്ര സിനിമ ഞങ്ങൾ മലയാളികൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ആളുകൾ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ ആളുകൾ വീണ്ടും ഒന്ന് കൊതിക്കുകയാണ് ഇങ്ങനെ ഒരു സിനിമ വരാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഡേ മീഡിയാസ്.